എലിസബത്ത്. ഞാൻ ചങ്ങനാശ്ശേരി ചിരഞ്ചിറ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 നവംബർ 10 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, എനിക്ക് മക്കൾ 3 പേരാണ്. ട്വിൻസാണ് 2 പേര്. അതിൽ ഈ മോടെ താഴെയുള്ള കുഞ്ഞ് വളരെ ചെറുപ്പം മുതലേ മഠത്തിൽ പോകാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മോൾ മഠത്തിൽ പോയി. ഈ മക്കൾ അറിയാതെ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 3 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തമ്പുരാൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെയെങ്കിലും തമ്പുരാൻ എടുക്കണേന്നും. അങ്ങനെ ഈ മോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് മഠത്തിൽ പോയതിന് ശേഷം 1 വർഷം കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം ഞാൻ ദിവസവും കരച്ചിലായിരുന്നു. ഈ മകളെ എനിക്ക് പിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ മകളും അവധിക്ക് വരുമ്പോഴെല്ലാം ഞാൻ മോളോട് പറയും, മോൾ അമ്മയെ വിട്ട് പോവല്ലേ, മോൾ പോവണ്ട മോളേന്ന്. സന്യാസം ഇഷ്ടം അല്ലാത്തത് കൊണ്ടല്ല, സന്യാസം ഇഷ്ടമാണ്. പക്ഷേ മകളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലും ഞാൻ പങ്കെടുക്കും. ഈശോയോട് പറയും, ഈശോയെ ഈ വിളിയുടെ ആഴം എനിക്കൊന്ന് മനസ്സിലാക്കി തരണേന്ന്. അങ്ങനെ മോള് നോഷിറ്റ് കാലമായപ്പോൾ ഞങ്ങൾക്ക് കാണാനും വിളിക്കാനും ഒന്നും പറ്റാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയേറെ പ്രയാസമായിട്ട് ഞാൻ ഈ മകളെ മഠത്തിൽ പോയി വളരെ പ്രയാസപ്പെട്ട് ഞാൻ അധികാരികളോട് പറഞ്ഞ്, എനിക്ക് കുഞ്ഞിനെ വിട്ടു തരണം, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകില്ല, എനിക്ക് മകളെ തരണമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അധികാരികൾ എൻ്റെ പ്രയാസം കണ്ട് ഈ മകളെ എൻ്റെ കൂട്ടത്തിൽ വിട്ട്, ഈ മകൾ ഒരു കാരണവശാലും വരത്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുഞ്ഞ് വീട്ടിൽ വന്നു. 6 ദിവസം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മോളോട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര വിഷമത്തിലായിരുന്നു. ഈ മക്കൾ പറഞ്ഞു കൊടുത്ത്, നീ ഒരു ബ്രേക്ക് എടുക്ക്, 6 മാസം കഴിഞ്ഞിട്ട് നീ അമ്മയുടെ വിഷമമെല്ലാം മാറിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ഈ കുഞ്ഞ് സമ്മതിച്ചു. അമ്മയുടെ പ്രയാസമെല്ലാം മാറി ഞാൻ പോകാമെന്ന് അധികാരികളെ അറിയിപ്പിച്ചു. അതിന് ശേഷം ഒരു ദിവസം ഞാൻ നോക്കി മോളോട് പറഞ്ഞു, മോള് കുളിച്ച് റെഡിയാവും, അമ്മ ഇപ്പുറത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ജീവിത പങ്കാളി ഞാനും കൂടെ അപ്പുറത്തിരിക്കുന്ന സമയത്ത് ഈ മോളെ കാണുന്നില്ല. അങ്ങനെ ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഈ കുഞ്ഞ് ഈശോ ബെഡേ കിടന്നുകൊണ്ട് ഈ ബൈബിൾ എടുത്ത് നെഞ്ചിൽ വെച്ച്, കുരിശും എടുത്ത് നെഞ്ചിൽ വെച്ച് കുഞ്ഞിങ്ങനെ കൈ വിരിച്ച് കിടക്കുവാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയമായി. അങ്ങനെ ഞാൻ മോളെ വിളിച്ചു. മോളേന്ന് വിളിച്ച്, എന്താ അമ്മച്ചിന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോളെ എഴുന്നേക്ക്, മോൾ വിഷമിക്കേണ്ട, മോൾക്ക് മടത്തിൽ പോകണമെന്ന് ചോദിച്ചു. തിരിച്ച് പോകണമെന്ന് ചോദിച്ചവൻ പറഞ്ഞ്, എനിക്ക് പോകണമെന്ന് പറഞ്ഞ്. അമ്മച്ചിക്ക് സമ്മതമാണെങ്കിൽ ഇപ്പം പോകാം, ഇല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞ്, എന്നാൽ മോൾ അധികാരിയെ വിളിച്ച് പറഞ്ഞേര്, അമ്മമാരോട് പറഞ്ഞേര്, മോൾ തിരിച്ചു വരും. എനിക്ക് മനസ്സില്ലാതാണ് വിടുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ വന്ന് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഈ കുഞ്ഞ് നിരന്തരം എന്നോട് പറയുമായിരുന്നു, അമ്മ കൃപാസനം വരെ പോവും, അമ്മ അവിടെ ഒന്ന് ചെന്നാൽ മതി, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. എല്ലാ ദിവസവും അമ്മ ബലിയിലും പങ്കെടുക്കുന്നു, പക്ഷേ അമ്മയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് ജീവിത പങ്കാളി ഞാനും കൂടെ ഇവിടെ വന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാറ്റമുണ്ടായെന്ന് വെച്ചാൽ ആ ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ ഭാവിച്ചു. എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ സാധിക്കണേന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം എഴുതിയായിരുന്നു. അങ്ങനെ എനിക്ക് മോളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. അതുപോലെ മെയ് 6 ആയിരുന്നു എൻ്റെ മോടെ ഉടുപ്പിടിയിൽ കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് മോൾ കഴിയുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം എൻ്റെ കുടുംബത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും, ആ മോൾ കൂടാതെ 2 പേരും ജീവിത പങ്കാളിയും ഭയങ്കര വിഷമത്തിലായിരുന്നു. എൻ്റെ പ്രയാസം കണ്ട് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ടെൻഷൻ കയറി എനിക്ക് പല അസുഖങ്ങളും വരും. പക്ഷേ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. എനിക്ക് ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം വളരെ അത്ഭുതമാണ്. അത് സിസ്റ്റേഴ്സ് തന്നെയും പറയുന്നുണ്ട്. അങ്ങനെ അവരും പറഞ്ഞു എന്നോട് സാക്ഷ്യപ്പെടുത്താനെന്ന്. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക്, രണ്ടാമത്തെ സാക്ഷ്യമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നിട്ട് ICUലാക്കി. കൗണ്ട് 500-ലായിരുന്നു. ICUലാക്കിയപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലായിരുന്നു, ബിലിവേഴ്സിലായിരുന്നു, തിരുവല്ലയിൽ. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് ഉടമ്പടി തൈലവും കാശ് രൂപം ആൻറ്റിയുടെ കഴുത്തലിട്ട് കൊടുത്തിട്ട് ഞാൻ തന്നെ പറഞ്ഞു, അമ്മേ ഈ കൗണ്ട് കൂട്ടിത്തരണേ, ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്നു. അത് എന്നെ വലിയ അത്ഭുതത്തിലേക്ക് വരുത്തി. അത് പിറ്റേ ദിവസമായപ്പോൾ ആൻറ്റിക്ക് കൗണ്ട് നോക്കിയപ്പോൾ 2500 ആയി. അങ്ങനെ ആൻറ്റി പൂർണ്ണ സൗഖ്യമായി ICUന്ന് മാറ്റി.
പിന്നെ കിട്ടിയതെന്ന് വെച്ചാൽ ഈ മകൾ BSc നേഴ്സിംഗ് പഠിക്കുവാണ്. ഈ മകളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ മോള് BSc നേഴ്സിംഗിന് ലാസ്റ്റ് വർഷം എല്ലാ വിഷയവും കിട്ടി നല്ല മാർക്കോടെ പാസ്സാവണമെന്ന്. അത് സാധിച്ചു. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വലത്തേ സൈഡിലൊരു വേദന വന്നിട്ട് ഞാൻ ഗ്യാസ്ട്രോയെ കാണിച്ചപ്പോൾ പറഞ്ഞു ലിവറിൻ്റെ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് നടത്തി ചൊവ്വാഴ്ച ഇവിടുത്തെ അച്ഛൻ്റെ ആരാധനയിൽ കൂടി അച്ഛൻ പറഞ്ഞായിരുന്നു ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ലിവർ രോഗികളെയും സുഖപ്പെടുത്തുന്ന കാര്യം. അപ്പം ഞാൻ വലത്തേ സൈഡിലെ കൈ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ അമ്മയുടെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ ലിവർ ഫങ്ഷൻ നോർമൽ ആയിരിക്കണേന്ന്. ഇന്നലെ ആ റിസൾട്ട് കിട്ടി, നെഗറ്റീവായിരുന്നു. എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇത്രയാണ്. എനിക്ക് ഏറെ അനുഗ്രഹം കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ മകളെ പൂർണ്ണമായും തമ്പുരാന് വിട്ടുകൊടുക്കാൻ സാധിച്ചതാണ്. അതെനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്, കുമ്പസരിക്കാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് പാറേപ്പള്ളിയുണ്ട്. അവിടെ ചെന്ന് അമ്മയുടെ മുന്നിൽ ഞാൻ എപ്പോഴും കരയും, അമ്മേ എൻ്റെ മനസ്സൊന്ന് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കണോ അമ്മേ, അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണേന്ന്. അങ്ങനെ എൻ്റെ ഈ മോള് പറഞ്ഞ് അമ്മച്ചി അവിടം വരെ ഒന്ന് പോയാൽ മതിയെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തണക്കെ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ കുഞ്ഞിനെ തമ്പുരാന് വിട്ടുകൊടുക്കാൻ സാധിച്ച് ഒരു നല്ലൊരു വിശുദ്ധിയുള്ളൊരു കന്യാസ്ത്രീ ആവാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കും, കൊണ്ടുകിടന്ന് എല്ലായിടക്കും കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം ഉണ്ടാക്കി ജീവിത പങ്കാളി ഞാനും കൂടെ കൊണ്ടു കൊടുക്കും. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ രോഗികൾ ആരെയൊക്കെയും ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം.